ബിസ്നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വരിഞ്ഞു മുറുക്കുവോ ചൈനീസ് വ്യാളി? ആഗോള രാജ്യങ്ങൾ അമ്മാനമാടുന്ന സ്വർണ്ണവില ഭാവിയിലും കയ്യെത്താ ദൂരത്തോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. ഏറെക്കാലം അനക്കമില്ലാതെ കിടന്ന ചൈനീസ് സമ്പദ് വ്യവസ്ഥ കുതിപ്പിന്റെ പാതയിലേക്ക്. ചൈനയുടെ ഉയർത്തെഴുന്നേൽപ്പ് ഇന്ത്യക്ക് ചെറുതല്ലാത്ത ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. വില കുറയുമെന്ന എല്ലാ പ്രതീക്ഷകളും കെടുത്തിയിരിക്കുകയാണ് യുദ്ധം. സുരക്ഷിത നിക്ഷേപം എന്ന ടാഗ് വീണ്ടും അണിഞ്ഞിരിക്കുകയാണ് മഞ്ഞലോഹം. ഇന്ത്യൻ റിസർവ് ബാങ്ക് അടക്കം കേന്ദ്ര ബാങ്കുകളെല്ലാം കരുതൽ ശേഖരത്തിലേക്ക് സ്വർണമാണ് വാങ്ങുന്നത്. ഓഹരികളും കടപ്പത്രങ്ങളും നിലവിലെ സാഹചര്യത്തിൽ റിസ്ക് കൂടുതലുള്ള നിക്ഷേപങ്ങളാണ്. കടുത്ത വിൽപ്പന സമ്മർദ്ദമാണ് ഇവ രണ്ടും നേരിടുന്നത്. യുദ്ധത്തിനു പുറമെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലെ നേരിയ ചലനം പോലും സ്വർണ്ണവിലയെ ബാധിക്കും. അമേരിക്കൻ ഫെഡ് റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീതി നിലനിൽക്കുന്നുണ്ട്. പലിശ നിരക്ക് കുറഞ്ഞാൽ സ്വർണ്ണവില ഇനിയും ഉയരും. അമേരിക്കയുടെ തൊഴിലില്ലായ്മ കണക്കുകൾ മോശമായാൽ പലിശ നിരക്കിൽ കുറവ് വരുത്താനുള്ള സമ്മർദ്ദമുണ്ടാകുമെന്നുറപ്പാണ്. പവന് 57,000 രൂപ തൊട്ടില്ല എന്ന നിലയിലാണ് ഇപ്പോൾ സ്വർണ്ണവില. കാർഷിക വിപണിയിൽ അടുത്ത വാരം രാജ്യാന്തര റബ്ബർ വിപണിയിൽ അലയടിച്ച അതിശക്തമായ വിൽപ്പനാ സമ്മർദ്ദം ഇന്ത്യയെയും ഉലച്ചു. വിയറ്റ്നാമിലെ കുരുമുളക് ക്ഷാമം വിലക്കയറ്റത്തിന് അവസരമൊരുക്കുമെന്ന നിഗമനത്തിൽ ഉൽപാദന രാജ്യങ്ങൾ. ഉത്തരേന്ത്യക്കാർ കൊപ്ര സംഭരണം പൂർത്തിയാക്കി രംഗം വിട്ടു. പ്രാദേശിക അവധികളെ തുടർന്ന് ചൈനീസ് വിപണി ഒരാഴ്ചയായി നിശ്ചലമാണ്. ഈ സമയം ഫണ്ടുകൾ സംഘടിതമായി റബ്ബറിനെ അക്ഷരാർത്ഥത്തിൽ ഉഴുതുമറിച്ചു. അപ്രതീക്ഷിതമായ വിലയിടിവ് കർഷകരെ പരിഭ്രാന്തരാക്കി. ഈ താഴ്ന്ന വിലയ്ക്ക് ചരക്ക് വിറ്റുമാറാൻ വിവിധ ഉൽപാദന രാജ്യങ്ങളെ നിർബന്ധിതരാക്കി. കേരളത്തിൽ റബ്ബർ വില പിന്നിട്ട വാരം ക്വിന്റലിന് 11,000 രൂപ ഇടിഞ്ഞു. 22,500 രൂപയിലാണ് ഈ ആഴ്ച 4ാം ഗ്രേഡ് റബ്ബർ തുടക്കം കുറിച്ചത്. വാരാന്ത്യത്തിൽ ഇത് 21,400 രൂപയായി താഴ്ന്നു. എന്നിട്ടും താൽപര്യം കാണിക്കാത്ത ടയർ ലോബി സ്റ്റോക്കിസ്റ്റുകളെ സമ്മർദ്ദത്തിലാക്കി. പരിഭ്രാന്തരായ മധ്യവർത്തികൾ വിൽപ്പനയ്ക്ക് നീക്കം നടത്തിയാൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകും. അതേസമയം സംയമനം പാലിച്ചാൽ കൂടുതൽ തളർച്ച തടയാനുമാകും. മികച്ച കാലാവസ്ഥയായതിനാൽ കേരളത്തിൽ റബ്ബർ വെട്ട് വ്യാപകമാണ്. കിലോ 200 രൂപയ്ക്ക് മുകളിൽ മികച്ച ഇനം റബ്ബർ നിലകൊണ്ടത് ടാപ്പിംഗ് കൂടാൻ കാരണമായി. ജപ്പാനിൽ ഒക്ടോബർ അവധി 440 യെന്നിൽ നിന്നും 420 ഇടിഞ്ഞു. ബാങ്കോക്കിൽ റബ്ബർ കിലോ 254 രൂപയിൽ നിന്നും 247 താഴ്ന്നു. അതേസമയം വിദേശ റബ്ബറിലാണ് ഇന്ത്യൻ ടയർ വ്യവസായികൾക്ക് താൽപര്യം. ഇതിനിടയിൽ നവരാത്രി ആഘോഷങ്ങളുടെ പേരിൽ ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ വിപണികളിൽ നിന്നും വലിഞ്ഞത് പ്രതിസന്ധിയിലാക്കി. വിപണി ഇത്തരത്തിൽ ഒരു തളർച്ചയിലേക്ക് നീങ്ങുമെന്ന കാര്യം മുൻവാരത്തിൽ തന്നെ കർഷകർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഉത്സവവേളയിലെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ഉത്തരേന്ത്യൻ വാങ്ങലുകാർക്ക് വേണ്ടത്ര കുരുമുളക് ഇനിയും സംഭരിക്കാനായിട്ടില്ല. എന്നാൽ നവരാത്രിക്ക് ആവശ്യമായ ചരക്ക് ഇതിനകം അവർ ശേഖരിച്ചിട്ടുണ്ട്. രാജ്യത്ത് മൊത്തം വിൽപ്പന ഉയരുന്ന സമയമാണ് ദീപാവലി. വില കൂടുമെന്ന പ്രതീക്ഷയിൽ താഴ്ന്ന വിലയിൽ വിൽപ്പനയ്ക്ക് കർഷകർ താൽപര്യം കാണിക്കുന്നില്ല. അതേസമയം ഇറക്കുമതി കണക്കുകൾ പുറത്തുവിട്ട് പരിഭ്രാന്തി പരത്താൻ ഉത്തരേന്ത്യൻ വ്യാപാരികൾ എല്ലാ അടവുകളും പയറ്റുന്നുണ്ട്. വാരാന്ത്യ ദിനം കൊച്ചിയിലെത്തിയത് കേവലം 23 ടൺ ചരക്കാണ്. കൊച്ചിയിൽ അൺഗാർബിൾ കുരുമുളക് വില 64,600 രൂപയിലാണ്. രാജ്യാന്തര വിപണിയിൽ ഇന്ത്യൻ വില ടണ്ണിന് $8,100. മറ്റു ഉൽപാദന രാജ്യങ്ങൾ ക്രിസ്തുമസ് ന്യൂ ഇയർ ഓർഡറുകൾ മുന്നിൽ കണ്ട് കരുതലോടെയാണ് വിദേശ വ്യാപാരങ്ങൾ നടത്തുന്നത്. ആഗോള വിപണിയിൽ കുരുമുളക് ലഭ്യത ചുരുങ്ങുമെന്ന വിലയിരുത്തലുകൾ പുറത്തു വന്നതോടെ സ്റ്റോക്കുള്ള ചരക്കിന് കൂടിയ വില അവർ ആവശ്യപ്പെടുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ വിയറ്റ്നാം, ഇന്തോനേഷ്യ, ബ്രസീൽ എന്നിവിടങ്ങളിൽ മുളക് സ്റ്റോക്ക് കുറഞ്ഞു. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും രാജ്യാന്തര സുഗന്ധവ്യഞ്ജന വിപണിയിലുണ്ടെങ്കിലും ആസ്റ്റ് ക്വാളിറ്റിക്ക് ഉയർന്ന വില ഉൽപാദന രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഏലം വിളവെടുപ്പ് മുന്നേറുന്നതിനൊപ്പം പുതിയ ചരക്ക് വിറ്റുമാറാൻ കാർഷിക മേഖലയും തിടുക്കം കാണിക്കുകയാണ്. ഉയർന്ന കാർഷിക ചെലവുകൾ തന്നെയാണ് കാരണം. വിളവെടുപ്പ് വൈകിയതിനാൽ വടക്കേ ഇന്ത്യയിലെ വൻകിട സ്റ്റോക്കിസ്റ്റുകൾക്ക് ചരക്ക് നേരത്തെ സംഭരിക്കാനായില്ല. അവിടെ സ്റ്റോക്ക് നില ചുരുങ്ങിയതിനാൽ ഉയർന്ന വിലയ്ക്കും ലേലത്തിൽ ഏലക്ക സംഘടിപ്പിക്കാൻ വാങ്ങലുകാർ ഉത്സാഹിക്കുന്നുണ്ട്. ഉൽപാദന മേഖലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയാൽ ദീപാവലിക്ക് മുന്നോടിയായി ഉയർന്ന അളവിൽ പുതിയ ഏലക്ക ലേലത്തിൽ ഇറങ്ങാൻ സാധ്യത.
ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഉൽപ്പന്നത്തിന് ഓർഡറുകളുണ്ട്. കൂടുതൽ ഓർഡറുകൾ വരും മാസങ്ങളിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് കയറ്റുമതിക്കാർ. ശരാശരി ഇനങ്ങൾ കിലോ 2265 രൂപയിലും മികച്ച ഇനങ്ങൾ 3052 രൂപയിലുമാണ്. നവരാത്രി ഡിമാൻഡിനിടയിൽ കുതിച്ചുകയറിയ കൊപ്ര, ഉണ്ടക്കൊപ്ര വിലകൾ സ്ഥിരത കൈവരിക്കുന്നു. ഉത്സവ ആവശ്യങ്ങൾക്കുള്ള ചരക്ക് സംഭരണം ഏകദേശം പൂർത്തിയാക്കി ഉത്തരേന്ത്യൻ വാങ്ങലുകാർ രംഗം വിട്ടു. അപ്രതീക്ഷിത വിലകയറ്റവും അവരുടെ പിന്മാറ്റത്തിന് കാരണമായി. അമിതമായി ചരക്ക് സംഭരിച്ചാൽ ഉയർന്ന വില വിൽപ്പനയെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് പലരും. കേരളത്തിൽ വെളിച്ചെണ്ണയ്ക്ക് വിൽപ്പന ഉയർന്നു. കൊച്ചി വിപണിയിൽ എണ്ണ 19,400 രൂപയിലും കൊപ്ര 13,000-ലുമാണ്. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. ആൻഡ്രോയിഡ് ഫോണുകളിലെ കരുത്തുറ്റ പ്രോസസർ പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ് ക്വാൽകം. ഒക്ടോബർ 21 മുതൽ 23 തീയതികളിൽ നടക്കുന്ന സ്നാപ്ഡ്രാഗൺ സമ്മിറ്റിൽ പുതിയ പ്രോസസർ അവതരിപ്പിച്ചേക്കും. ആൻഡ്രോയിഡ് ഫോണുകളിൽ ഗെയിമിംഗും എഐയും കരുത്തു തെളിയിക്കാൻ പോവുകയാണ്. പുതിയ പ്രോസസർ അതിശക്തമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സ്നാപ്ഡ്രാഗൺ 8 ഹൈലൈറ്റ് എന്ന പേരിലാണ് പുതിയ പ്രോസസർ എത്തുക. ഇതുപയോഗിച്ചുള്ള ആദ്യ ഫോണും ഉടൻ ഇറങ്ങിയേക്കും. ഷവോമി 15 ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. OnePlus, IQ എന്നീ കമ്പനികളും പുതിയ പ്രോസസർ വെച്ച ഫോണുകൾ ഇറക്കും. പുതിയ പ്രോസസറിന് 20% അധിക വില നൽകേണ്ടി വരുമെന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ ഇതുപയോഗിച്ചുള്ള ഫോണുകൾക്കും വില കൂടും. AI യാത്രാ വിമാനങ്ങൾ പറത്തിയാൽ എങ്ങനെയിരിക്കും? എന്നാൽ ഇനി അതും യാഥാർത്ഥ്യമാവുകയാണ്. കോക്പിറ്റ് ഇല്ലാത്ത വിമാനം. എയറോസ്പേസ് വമ്പന്മാരായ എംബ്രാർ ആണ് ഈ ആശയത്തിന്റെ സൃഷ്ടാക്കൾ. പൂർണ്ണമായും സ്വയം പ്രവർത്തിക്കുന്ന വിമാനമായിരിക്കും ഇത്. റിപ്പോർട്ടുകൾ പ്രകാരം 3 സോണുകൾ വിമാനത്തിനുണ്ടാകും. ഒന്നിൽ വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ടാകും. യാത്രക്കാർക്ക് വിമാനത്തിന് മുന്നിലിരിക്കാം. ടച്ച് സ്ക്രീനുകളുള്ള ജനാലകളും വിമാനത്തിനുണ്ടാകും. അതിശയിപ്പിക്കുന്ന ഫീച്ചറുകളാണ് പൈലറ്റ് ഇല്ലാത്ത ഈ AI വിമാനത്തിനുണ്ടാകുകയെന്നാണ് കമ്പനി ഉറപ്പു നൽകുന്നത്. ഫ്ലോറിഡയിലെ ഒർലാൻഡോയിൽ നടന്ന നാഷണൽ ബിസിനസ് ഏവിയേഷൻ അസോസിയേഷന്റെ ചടങ്ങിലാണ് ഈ AI വിമാന പ്ലാൻ അവതരിപ്പിച്ചത്. ഈ മാസം വിപണിയിൽ എത്തുന്നത് 4 ബൈക്ക് മോഡലുകൾ. നോക്കാം സവിശേഷതകളിലേക്ക്. യമഹ R9 ഈ മാസം 9 അരങ്ങേറ്റത്തിന്. പുതിയ മുൻനിര റോഡ് ലീഗൽ സൂപ്പർ സ്പോർട്ട് ആയിരിക്കും ഇത്. നിലവിലെ തലമുറ MD-09 3 വേരിയന്റുകളിൽ ലഭ്യമാണ്. യമഹയിൽ നിന്ന് പുതിയ YAMD ഗിയർ ബോക്സ് അവതരിപ്പിക്കുന്ന ആദ്യത്തെ മോട്ടോർ സൈക്കിളാണിത്. പുതുക്കിയ ആക്സസ് 125ന്റെ പുതിയ ചിത്രങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് പുതുക്കിയ പതിപ്പ് ഉടൻ വരുമെന്നാണ്. സുസുക്കിയുടെ ഇന്ത്യയിൽ ഏറ്റവുമധികം വിറ്റഴിക്കപ്പെടുന്ന സ്കൂട്ടറാണ് ആക്സസ് 125. 8 വർഷം മുമ്പ് ലഭിച്ച അവസാനത്തെ പ്രധാന അപ്ഡേറ്റിന് ശേഷം വലിയ മാറ്റമില്ലാതെ തുടരുകയാണ് ഈ മോഡൽ. പരിഷ്കരിച്ച മോഡൽ അടുത്ത വർഷം ആദ്യം അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹീറോ മോട്ടോർ കോർപ്പിന്റെ ജനപ്രിയ മോഡൽ ഡെസ്റ്റിനി 125 മുഖം മിനുക്കി വിപണിയിലെത്തുകയാണ്. 6 വർഷത്തിന് മുൻപാണ് ഈ വാഹനം വിപണിയിലെത്തിയത്. 3 വേരിയന്റുകളിൽ സ്കൂട്ടർ ലഭ്യമാകും. ഓഫ് റോഡുകൾ കീഴടക്കാനെത്തുന്നു. റോയൽ എൻഫീൽഡ് സ്ക്രാംബ്ലർ 650, ഇന്റർസെപ്റ്റർ BR 650 കൂടുതൽ വൈവിധ്യമാർന്നതായിരിക്കുമെന്നാണ് വാഹനപ്രേമികളുടെ വിലയിരുത്തൽ. റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന 650cc ബൈക്കായി ഇത് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഓഫ് റോഡ് ട്രാക്കുകൾക്കുള്ള ബേസ്ഡ് ഹാൻഡിൽ ബാറുകൾ, പുതിയ മഡ്ഗാർഡുകൾ, പുതിയ സീറ്റ്, വശങ്ങളിൽ ഓവൽ റേസ് നമ്പർ പ്ലേറ്റുകൾ എന്നിവയാണ് മറ്റ് സവിശേഷതകൾ. വിനോദവാരം. ബോളിവുഡിന്റെ ബിഗ് ഖാൻമാർ സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും ആരാധകരെ ആവേശഭരിതരാക്കുന്ന പുതിയ പ്രോജക്റ്റുകളുടെ തിരക്കിലാണ് താരങ്ങൾ. സൽമാൻ ഖാന്റെ 2 പ്രധാന ചിത്രങ്ങളാണ് റിലീസിനൊരുങ്ങുന്നത്. 2014 ഹിറ്റായ കിക്കിന്റെ തുടർച്ചയായ കിക്ക് 2 ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
ആദ്യ കിക്ക് ചിത്രം ബോക്സ് ഓഫീസിൽ 200 കോടി കടന്ന് വൻ വിജയമായതിനാൽ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഏറെയാണ്. 2025 ഈദ് റിലീസിന് തയ്യാറെടുക്കുന്ന AR മുരുകദാസ് സംവിധാനം ചെയ്യുന്ന സിക്കന്ദർ എന്ന ആക്ഷൻ ചിത്രമാണ് അടുത്തത്. രശ്മിക മന്ദാനയും കാജൽ അഗർവാളും ഈ ചിത്രത്തിലുണ്ട്. സൽമാനെ വീണ്ടും ആക്ഷനിൽ കാണാൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ബോളിവുഡിന്റെ കിങ് ഖാൻ ഷാരൂഖ് ഖാനും 2 ചിത്രങ്ങളുടെ പണിപ്പുരയിലാണ്. കഹാനി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ സുജോയ് ഘോഷ് സംവിധാനം ചെയ്യുന്ന കിങ് ആണ് പുറത്തിറങ്ങാനുള്ള ഒരു ചിത്രം. മകളായ സുഹാന ഖാനോടൊപ്പം ശക്തമായ ആക്ഷൻ റോളിലാണ് ഷാരൂഖ് എത്തുന്നത്. पार्टी पठान के घर पे रखोगे तो मेहमाननवाजी के लिए पठान तो आया. പത്താന്റെ വൻ വിജയത്തിന് ശേഷം പത്താൻ 2 ഒരു തുടർഭാഗത്തിന്റെ പണിപ്പുരയിലാണ് ഷാരൂഖ് ഖാൻ. ആവേശകരമായ സ്പൈ സീരീസിൽ അടുത്ത ഭാഗം എന്താണെന്നറിയാൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വാർത്തകൾ ശരിയാണെങ്കിൽ സ്ത്രീ 2 സംവിധായകൻ അമർ കൗശികുമായി സാഹസിക ചിത്രത്തിനായുള്ള ചർച്ചയിലാണ് ഷാരൂഖ്. രണ്ടാം ഭാഗം കൊണ്ട് വിമർശകരെ മാത്രം സൃഷ്ടിച്ച സിനിമ ഇന്ത്യൻ 2. മൂന്നാം ഭാഗം OTTയിൽ മാത്രം റിലീസിനെത്തിക്കാൻ ശ്രമം. ദക്ഷിണേന്ത്യയിൽ തരംഗം സൃഷ്ടിച്ച സിനിമയാണ് ഇന്ത്യൻ. എന്നാൽ രണ്ടാം ഭാഗം കൊണ്ട് ഇത്രയേറെ വിമർശകരെ നേടിയ മറ്റൊരു സിനിമയുണ്ടാകില്ല. ഇന്ത്യൻ 2വിന്റെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയത് 200 കോടി രൂപയ്ക്കാണ്. എന്നാൽ കനത്ത പരാജയം ഇന്ത്യൻ 3നെ നേരിട്ട് OTT റിലീസിന് എത്തിക്കാമെന്ന തീരുമാനത്തിലെത്തിച്ചിരിക്കുകയാണ്. കമലിന്റെ മേക്കപ്പും കഥയിലെ പുതുമയില്ലായ്മയുമാണ് വിമർശകർ പ്രധാനമായും ഉയർത്തിക്കാട്ടിയത്. ഇനി പ്രധാന ഇവന്റുകൾ. BSNL കൊച്ചി മിനി മാരത്തോൺ ഒക്ടോബർ 20 ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ. നവരാത്രി ആഘോഷങ്ങൾ തിരുവനന്തപുരത്ത് ഒക്ടോബർ 3 മുതൽ 13 വരെ നവരാത്രി മണ്ഡപത്തിൽ നടക്കും. രാവിലെ 5:30 മുതൽ പരിപാടികൾക്ക് തുടക്കമാകും. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. ബൈ.